വിഷ്ണു, നിങ്ങൾ ദില്ലിയിലെ മാധ്യമപ്രവർത്തകരൊക്കെ കഴിഞ്ഞ 4 ദിവസമായി രാവും പകലും കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് സ്ഥാനാർത്ഥി പട്ടിക അറിയാൻ. ഇനിയും 40 പേരെ അറിയേണ്ടതുണ്ട്. കെ സുധാകരന്റെ കാര്യത്തിൽ ഒടുവിൽ കെ സുധാകരന്റെ വിരട്ടൽ ഏശിയോ വി.ഡി. സതീശന്റെ നിലപാട് പരാജയപ്പെടുന്ന കാഴ്ചയാണോ അവിടെ നിന്ന് കാണുന്നത്? അടൂർ പ്രകാശിന്റെ സാഹചര്യം എന്താണ്? കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കുമോ? വലിയ തോതിൽ ആഗ്രഹിക്കുകയാണല്ലോ അദ്ദേഹവും. ശരത്, എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ വലിയ തലത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കെ സുധാകരൻ മത്സരിക്കണമെന്നൊരു ആവശ്യത്തിൽ ശക്തമായി തന്നെ ഉറച്ചു നിൽക്കുന്നു. നമ്മളിപ്പോഴും കെ സുധാകരന്റെ ഫ്ളാറ്റിന് താഴെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ച് അതിൽ തന്നെ ഏറ്റവും പ്രധാനം കെ സുധാകരൻ ഇന്ന് വലിയ കലാപക്കൊടി ഉയർത്തി നേതാക്കൾക്കൊക്കെ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ വിളിച്ച് ഗുഡ് ബൈ എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വലിയ തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. ആ ഇടപെടൽ നടത്താനായിട്ട് രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള എ.കെ. ആന്റണിക്ക് രംഗത്തിറങ്ങേണ്ടി വന്നു. കെ സുധാകരനെ ഒന്ന് അനുനയിപ്പിക്കുന്നതിന് വേണ്ടി കെ സുധാകരനോട് എ.കെ. ആന്റണിയാണ് പറയുന്നത് ഇത്തരത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് പാർട്ടി വിടുന്ന കടുത്ത നിലപാടുകളിലേക്ക് പോകരുത് എന്നൊരു അഭ്യർത്ഥന എ.കെ. ആന്റണിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. അത്തരത്തിൽ കെ സുധാകരനെ അനുനയിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും സുധാകരന് വഴങ്ങുന്ന തലത്തിലേക്ക് സുധാകരന് സീറ്റ് നൽകാം എന്ന തലത്തിലേക്കുള്ള സുധാകരന് സീറ്റ് നൽകാം എന്ന തലത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. അതോടൊപ്പം തന്നെയാണ് സുധാകരൻ സീറ്റ് നൽകാമെന്ന ഒരു അനുനയത്തിലേക്ക് ഹൈക്കമാൻഡ് വഴങ്ങുമ്പോൾ മറുവശത്തിപ്പോൾ അടൂർ പ്രകാശ് വലിയ തലത്തിലൊരു പ്രതിഷേധത്തിലേക്ക് അടൂർ പ്രകാശ് സമ്മർദ്ദം ശക്തമാക്കുന്നു. നേരത്തെ അടൂർ പ്രകാശ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു. എന്തായാലും അടൂർ പ്രകാശ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. തനിക്ക് മത്സരിക്കാൻ അവസരം വേണമെന്നൊരാവശ്യം അടൂർ പ്രകാശ് മുന്നോട്ട് വയ്ക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു പ്രതികരണം അല്പസമയത്തിലേക്ക് തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ സുധാകരന്റെ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലായിരിക്കും കേസ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കോൺഗ്രസ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സമാനതകളില്ലാത്ത തർക്കങ്ങൾ തന്നെ തുടരുന്നു. അതിൽ ഏറ്റവും പ്രധാനം വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും തമ്മിലുള്ള തർക്കങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേതൃത്വത്തിന് മുന്നിൽ വെച്ച് പോലും ഹൈക്കമാൻഡ് അംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് പോലും ഇരുവരും പരസ്പരം ഏറ്റുമുട്ടുന്ന വാക്കുതർക്കത്തിലേക്ക് ഒക്കെ പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ വി.ഡി. സതീശൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വി.ഡി. സതീശന്റെ നോമിനികളെയൊക്കെ തന്നെ വെട്ടുന്ന സാഹചര്യം, അതായത് വി.ഡി. സതീശന് മുകളിൽ കെ.സി. വേണുഗോപാലിന്റെ നോമിനികൾ കൂടുതൽ കെ.സി. വേണുഗോപാലിന്റെ നോമിനികളാണ് ആദ്യഘട്ട പട്ടികയിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല നോമിനികളും ഉൾപ്പെടുന്നു. പക്ഷേ വി.ഡി. സതീശൻ മാത്രം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഈ ഒരു പട്ടികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കെ സുധാകരൻ ഉയർത്തിയ കലാപക്കൊടി തന്നെയാണ്. ആ സുധാകരന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ ഹൈക്കമാൻഡിനടക്കം വഴങ്ങേണ്ടി വരുന്നു. വി.ഡി. സതീശൻ ഉൾപ്പെടെ വഴങ്ങേണ്ടി വരുന്നു. എന്തായാലും പട്ടിക ഇന്ന് 11 മണിക്ക് ഇറക്കുമെന്ന് പറയുന്നു. ആ പട്ടിക ഇപ്പോഴും ഇറക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. പട്ടിക വൈകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ 1 മണി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും പട്ടിക പുറത്തിറക്കാൻ ഹൈക്കമാൻഡിന് കഴിയാത്ത വലിയ പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത്. ശരത്.